അപ്പോൾ നമ്മളിന്നേ നാട്ടിലേക്ക് വരികയാണ് കേട്ടോ, കേരളത്തിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇസ്മായിൽ ഇല്ല, ഞങ്ങൾ മൂന്നാൾ ഒറ്റക്കുള്ളൂ. അപ്പോൾ നമുക്ക് പിന്നെ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് ഞങ്ങൾ ബസ്സിനാണ് ഇവിടെ വന്നത്. ഇനി നമുക്ക് 9:30 ആകുമ്പോഴാണ് ട്രെയിൻ ഉള്ളത് കേട്ടോ. ഓളവിടെ ബാഗ് വെച്ച് പോന്നിക്കേ, അവനാൻ്റെ ബാഗ് അവനെടുക്കണ്ടേ? ഞാൻ എൻ്റെ ബാഗ് എടുത്തിക്കണേ, ഓളോളെ ബാഗ് എടുത്തിട്ടില്ല. അവിടെ പോന്നിക്കേ എൻ്റെ ബാഗ്, അത് പിന്നെ ആരെടുക്കാൻ എടുക്കണ്ടേ വരും. കന്നഡ ബോർഡ് കാണില്ല. അയ്മനെന്തേ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പോയിട്ടില്ലേ? അമ്മൻ അമ്മൻ ഒറ്റക്ക് പോവല്ലേ? വെറുതെ ഒരു ആവശ്യമില്ലാത്ത പണി കാട്ടുന്നത്. അപ്പം ഞങ്ങളിവിടെ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ട്രെയിനും കാത്തിട്ടോ. ഇപ്പോൾ 9:30 ആകുമ്പോഴാണ് ട്രെയിന്, 9 മണിയൊക്കെ ആകുമ്പോഴാണ് ആയിട്ടുള്ളൂ ഇപ്പം. അപ്പോൾ അവരാണെങ്കിൽ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കുറച്ച് ബിസ്ക്കറ്റും ഇതൊക്കെ വാങ്ങി ഇങ്ങനെ തിന്നിരിക്കുകയാണ്. അപ്പം ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ ഇന്നലെ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിഞ്ഞ ഉടനെയൊക്കെ ഞാൻ ആദ്യം ഒറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ കുട്ടികളെയും കൊണ്ട് ഞങ്ങൾ ഇസ്മായിൽ ഇല്ലാതെ ആദ്യമായിട്ടാണ് കേട്ടോ ലഗേജൊക്കെ കൊണ്ട്. പിന്നെ അമ്മനാണെങ്കിൽ ഒരു പ്രശ്നമുണ്ട്, അമ്മൻ ചിലപ്പോൾ വാശി പിടിച്ച് ട്രെയിൻ വന്നാലും കയറാതെ അവിടെ ഇരിക്കും. പിന്നെ ഇവളാണെങ്കിൽ പെണ്ണിനാണെങ്കിൽ ചിലപ്പോൾ അവൾ മിക്കവാറും ചെരുപ്പ് ഓളത് കൊഴിഞ്ഞാടും. ട്രെയിനിൽ കയറുന്ന സമയത്ത് താഴെ വിടവിലുള്ള സ്ഥലത്തേക്ക് ചാടലുണ്ട്, ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ ഉള്ളിലേക്ക്. അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ അവരെയും കൊണ്ട് പോകുമ്പോൾ ഭയങ്കര വെല്ലുവിളികളാണ്. അപ്പോൾ ആ വെല്ലുവിളികളൊക്കെ അതിജീവിച്ച് ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ മുന്നേ പോകുന്നതാണ് ഇസ്മായിൽ അവിടുന്ന്, പക്ഷെ മൂപ്പര് ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ഇസ്മായിലിന് ഏതായാലും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ, ഇവിടെ വരുമ്പോൾ നമ്മൾ അതിൻ്റെ മുന്നേ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.